മെക്സെവൻ ഹെൽത്ത് ക്ലബ്ബ് ചെങ്ങളായി യൂണിറ്റിന്റെ 1ാം വാർഷികവും കുടുംബസംഗമവും നടത്തി. സെവനോ സിറ്റി ടർഫിൽ നടന്ന ചടങ്ങ് ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബിബിന ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പി.കെ. നഫീസ അധ്യക്ഷത വഹിച്ചു. ബയോജെനിക്സ് ലബോറട്ടറി മാനേജിംഗ് ഡയറക്ടർ പി.വി. അഭിജിത്ത് ആരോഗ്യ ക്ലാസ് എടുത്തു. റിട്ടയർഡ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സ്റ്റേഷൻ ഡയറക്ടർ പ്രേമരാജൻ കക്കാടി അടിയന്തര ജീവൻ രക്ഷാ പരിശീലനം നടത്തി. സ്ത്രീകൾക്കുള്ള മെക്സെവൻ വ്യായാമ പരിശീലനത്തിന്റെ ഉദ്ഘാടനം എൻ.കെ. സുലൈഖ ടീച്ചർ, ടി.സി. നസിയത്ത് ടീച്ചർ എന്നിവർ ചേർന്ന് നടത്തി. മെമ്പർമാരുടെ അനുഭവങ്ങൾ കെ.പി. അബ്ദുൾ സത്താർ പങ്കുവച്ചു. സി.പി. അഷ്റഫ് സ്വാഗതവും കെ.എം. മുനീർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കായിക മത്സരം സംഘടിപ്പിച്ചു. വിജയികൾക്ക് സമ്മാനവും പങ്കെടുത്ത മെമ്പർമാർക്ക് ഗിഫ്റ്റ് വിതരണവും നടത്തി. ബഷീർ ബാസിൽ, പി.എസ്. നിയാസ്, മുഹമ്മദ് കുഞ്ഞി പുതുമ, മുഹമ്മദ് കുഞ്ഞി ചമയം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാരണം തീർച്ചയായിട്ടും മെക്സെവനിൽ എന്ന് പറയുന്ന ഹെൽത്ത് ക്ലബിൽ എങ്ങനെയാണോ നിങ്ങൾ പങ്കെടുക്കുന്നത്, നിങ്ങൾ വ്യായാമം ചെയ്യുന്നത്, അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. നിങ്ങൾ ഈ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നതും അത്രയും വലുത് തന്നെയാണ്. അപ്പോൾ നമ്മളെയെല്ലാം പ്രായം അടയാളപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നമ്മളെ മുഖമാണ് അല്ലേ. അപ്പം നമ്മളെ മുഖം എപ്പോഴും പ്രസരിപ്പോടെ ഏറ്റവും സന്തോഷത്തോടെ നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പ്രധാനപ്പെട്ട കാര്യത്തെ ഉറപ്പിക്കുന്നത് തീർച്ചയായിട്ടും വ്യായാമമാണ്. അപ്പോൾ ഇവരെന്നെ വിളിക്കാൻ പഞ്ചായത്തിൽ വന്ന സമയത്ത് ഞാൻ ചോദിച്ചത് സ്ത്രീകൾ ചെയ്യുന്നുണ്ടോ വ്യായാമം എന്നുള്ളതായിരുന്നു ഞാൻ ആദ്യം ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു സ്ത്രീകൾക്കില്ല, പക്ഷെ നമ്മൾ സ്ത്രീകൾക്ക് തുടങ്ങും എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി. ഞാനിപ്പോൾ വന്ന സമയത്ത് മുകളിൽ കുറേ ആൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരോടെല്ലാം ചോദിച്ചത് നിങ്ങൾ വ്യായാമം ചെയ്യാൻ റെഡി ആയിട്ടല്ലേ വന്നത് എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ ഒരു ചിരിയെല്ലാം തന്നു. പക്ഷേ രാവിലെയാണ് നിങ്ങൾ വ്യായാമം ചെയ്യുന്നത് എത്ര മണിക്കാ? 6 മണിക്ക്. നമുക്ക് 6 മണിക്ക് പോകാൻ പറ്റുമോ? നമുക്ക് 6 മണിക്ക് പോകണ്ടെങ്കിൽ എന്തെല്ലാം ഉണ്ട്? മക്കളെല്ലാം മദ്രസയിലും സ്കൂളിലെല്ലാം വിടണമെങ്കിൽ ചോറും കറിയെല്ലാം ആക്കണം എന്നുള്ള ബാധ്യതകളാണ് നമ്മൾ കണക്ക് നിരത്തുക അല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഒരു ദിവസം ടൂറ് പോകണമെന്ന് വിചാരിക്കും. ഇനി എന്ത് 100,000 പ്രാരാബ്ദം ഉണ്ടെങ്കിൽ നമ്മൾ പോകൂലേ? അപ്പോൾ അതുപോലെ അത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ടൂറ് പോലായാലും അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോയാലും ഒരു വീട്ടുകൂടലിന് പോകലായാലും എല്ലാം. അപ്പോൾ അതുപോലെ ഏറ്റവും താല്പര്യത്തോടെ നമ്മൾ വ്യായാമം ചെയ്യും. നിങ്ങളിങ്ങനെ വ്യായാമം ചെയ്ത് ആരോഗ്യമെല്ലാം സംരക്ഷിക്കും. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കാൻ പോകുന്ന ഒരാൾ ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. ലാബ് കൂട്ടിപ്പോവില്ലേ? അപ്പോൾ നിങ്ങൾ കൃത്യമായി വ്യായാമം ചെയ്ത് വളരെ ഫലപ്രദമായിട്ട് ഏറ്റവും സന്തോഷത്തോടെ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾ ഒരു 5 ദിവസം ചെയ്താൽ പിറ്റത്തെ ദിവസം ഓട്ടോമാറ്റിക് ആയിട്ട് അയ്യോ എനിക്കിന്ന് രാവിലെ എണീറ്റിട്ട് ഒരു 5 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടായിരിക്കും. ആ ഒരു തലത്തിലേക്ക് നമ്മളെ ഒരു മാനസികാവസ്ഥ ആദ്യം മാറ്റണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് ഒരു അഭ്യർത്ഥന എന്നുള്ള രീതിയിൽ വെക്കാനുള്ളത്.